നമസ്കാരം. പതിരും കതിരും. ഉരലു വലിച്ച് കിണറ്റിലെറിഞ്ഞു, ചിരവയെടുത്ത് തീയിലെറിഞ്ഞു, അരകല്ലങ്ങ് കുളത്തിലെറിഞ്ഞു, അതുകൊണ്ടരിശം തീരാഞ്ഞവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ എന്തും ചെയ്യുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കേരളത്തിലെങ്ങുമുള്ള സഖാക്കൾ. പയ്യന്നൂരിലെ സഖാക്കൾ ഇതാ അടിയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് കാണിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നു. പാർട്ടി ഭരണത്തിൽ നിന്നും പോകുമെന്ന ഒരു ചിന്ത കൂടി വന്നതോടെ കിട്ടുന്നവരെയെല്ലാം വാരി വലിച്ചിട്ട് തല്ലുന്നതാണ് CPM-കാരുടെ ഇപ്പോഴത്തെ രീതി. അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. മറ്റെന്തും പൊറുക്കും സഖാക്കൾ. പക്ഷേ രക്തസാക്ഷികൾ എന്നാൽ വളരെ വൈകാരികമായൊരു വിഷയമാണ് അവർക്ക്. തങ്ങളുടെ നേതാക്കൾ എന്തും തുരന്നു തിന്നുന്നവന്മാരാണെന്ന് പ്രകടനം നയിച്ചിറങ്ങിയ പയ്യന്നൂരിലെ അണികൾക്കും നല്ലതുപോലെ അറിയാം. പക്ഷേ നേതാക്കൾ കട്ടു എന്ന് സമ്മതിച്ചാൽ അണികൾക്ക് വലിയ ആഘാതമാകും. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ തകർന്നു പോകും. ഒരു രക്തസാക്ഷിയെ കിട്ടുന്നത് എത്ര കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നാലാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കകത്തായ സഖാക്കളുടെ മനോവീര്യം കെട്ടുപോകാതിരിക്കാൻ ഭരണപക്ഷം തന്നെ ചരിത്രത്തിലാദ്യമായി മുദ്രാവാക്യം വിളിച്ച് സഭയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തു വരുന്ന രംഗങ്ങൾ കണ്ടു. പയ്യന്നൂർ സഖാക്കൾ തങ്ങളുടെ നേതാക്കളുടെ അഴിമതിയെ മൂടിവെച്ച് പാർട്ടി കൊടിയുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ച സ്ഥലം MLA-ക്കെതിരെ ജാഥ നയിച്ച BJP-ക്കാരെയും കോൺഗ്രസുകാരെയും CPM-കാർ തല്ലി ചമ്മന്തിയാക്കി. എല്ലാം കണ്ടുനിന്ന പോലീസ് ലാത്തികൊണ്ട് BJP-ക്കാരെ അടിക്കുന്നു. തൊട്ടു പിന്നാലെ വന്ന കോൺഗ്രസുകാരെയും അവർ അറഞ്ചം പുറഞ്ചം തല്ലി. ഞങ്ങളുടെ അഴിമതിക്കാരായ നേതാക്കന്മാർക്കെതിരെ പ്രകടനം നയിച്ചു വന്നാൽ ഇതായിരിക്കും അനുഭവമെന്ന് പയ്യന്നൂർ സഖാക്കൾ ഓർമ്മിപ്പിക്കുന്നു. മോദി പിണറായി വിജയനെ അങ്ങോട്ട് ചെന്ന് എതിരേക്കുന്ന രംഗങ്ങൾ കണ്ട് പുളകിതരായ കമ്മികൾ BJP-ക്കാരെ ഇങ്ങനെ തെരുവിലിട്ട് തല്ലുമെന്ന് ആരറിഞ്ഞു? എന്നാൽ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനോട് നേരിട്ട് പോയി മുട്ടാൻ കമ്മികൾക്ക് ധൈര്യവുമില്ല. അയാൾക്കെതിരെ പോസ്റ്റർ യുദ്ധങ്ങളാണ് എല്ലായിടത്തും. പക്ഷേ BJP-ക്കാരെയും കോൺഗ്രസുകാരെയും അവർ പൊതിരെ തല്ലുകയാണ്. ഇത്രയും അടികിട്ടിയിട്ടും ഉണരാത്ത സംഘശക്തി അപാരം തന്നെയാണ്. കോൺഗ്രസുകാരാണെങ്കിൽ തല്ലുവാങ്ങാനായി ജനിച്ചവരാണെന്ന് പറയാം. അവരെ തല്ലുന്ന പ്രക്രിയയ്ക്ക് മുഖ്യനിട്ട പേര് തന്നെ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. ഞങ്ങളുടെ സോദരർ ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് നാളെ BJP-ക്കാർ വിളിച്ചുവെന്നും വരാം. സത്യത്തിൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടിലേക്ക് സഖാക്കൾ മാത്രമാണോ സംഭാവന ചെയ്തത്? ആണെങ്കിൽ പുറത്ത് ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. നാട്ടുകാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ടുണ്ടാക്കിയ കാശുകൂടിയാണ് കട്ടതെങ്കിൽ കണക്ക് പറയുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെ ബക്കറ്റുമായി വരുമ്പോൾ ആട്ടുമേടിച്ചെന്നിരിക്കും. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഈ പാർട്ടിക്കാർക്ക് വല്ല ഉളുപ്പുമുണ്ടോ? രക്തസാക്ഷി ഫണ്ട് മുക്കലും തിന്നലും നടന്നിട്ടും ചോദിച്ചവർക്ക് നേരെ ഭീഷണിയാണ്. പാർട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് രക്തസാക്ഷികളും കൊലക്കേസ് പ്രതികളും. അവർക്ക് വേണ്ടി പിരിച്ച കാശിന്റെ കണക്ക് ചോദിക്കുന്നവന്മാരെ അതിക്രൂരന്മാരും വർഗവഞ്ചകരുമായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത്. ഓദിക്കൻ നിന്നുമുള്ളിയാൽ ശിഷ്യന്മാർ നടന്നുമുള്ളും എന്നൊരു ചൊല്ലുണ്ട്. പിണറായിയെ കണ്ടാണല്ലോ കീഴോട്ടുള്ള എല്ലാം പഠിക്കുന്നത്. ആ ധാർഷ്ട്യവും ധൂർത്തും പകൽക്കൊള്ളയും MLA-മാരും ജില്ലാ കമ്മിറ്റിയും മറ്റു സഖാക്കളും കീഴ്ഘടകങ്ങളും ഒക്കെ പകർത്തിയാൽ അവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? കുഞ്ഞുകൃഷ്ണൻ സഖാവ് രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് ചെയ്തയാളാണ്. ഡെബിള റഹീം പറഞ്ഞ പോലെ മേക്കെ 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 ഓഡിറ്റ് അല്ല. പാർട്ടിയാണ് കുഞ്ഞുകൃഷ്ണനെ അതിന് ചുമതലപ്പെടുത്തിയത്. തിരുമറിയെപ്പറ്റി മുഖ്യമന്ത്രിയെയും ഗോവിന്ദനെയും ജില്ലാ കമ്മിറ്റിയെയും എല്ലാം ധരിപ്പിച്ചു. പക്ഷെ യാതൊരു ഇലയനക്കം പോലുമില്ല, കേട്ട ഭാവമില്ല. ആ ഓഡിറ്ററെയാണ് സൈബർ സഖാക്കൾ ആരുടെയോ കൂലിക്കാരായി നിന്ന് അപമാനിക്കുന്നത്. കട്ട MLA പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങിയ സഖാക്കളുടെ അവസ്ഥ ഭീകരമാണ്. കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണനെ കോടീശ്വരനാക്കിയ പ്രസ്ഥാനമാണ് ഇതെന്നോർക്കണം. രക്തം കുടിക്കുന്ന ട്രാക്കുള പോലും കഴുത്തും തപ്പിപ്പിടിച്ച് ഓടുന്നത് ഒറ്റ പേര് കേൾക്കുമ്പോഴാണ്: കമ്മ്യൂണിസം. ഉയരാൻ മടിക്കുന്ന കൈയും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെ അടയാളമാണെന്നൊക്കെ ചെഗുവേരയെ കോട്ട് ചെയ്ത് പറയുന്ന സഖാക്കളുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടിമകളാകുന്നത്? അകത്തു പറഞ്ഞിട്ടും യാതൊരു ഫലവുമില്ല എന്ന് വന്നപ്പോഴാണ് സത്യസന്ധനായ കുഞ്ഞികൃഷ്ണൻ അത് പുറത്തു പറയാൻ തീരുമാനിച്ചത്. അതുപോലും ചിന്തിക്കാനുള്ള വകതിരിവ് നിങ്ങൾക്കില്ലാതായി. മേലുവിയർക്കാതെ ജീവിക്കാമെന്ന് കരുതിയാണെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്നില്ല. പാർട്ടിയെ നന്നാക്കാനും ജനഹൃദയങ്ങളിൽ കുടികൊള്ളിക്കാനുമാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയെങ്കിൽ ചോദിക്കണ്ടേ അടിമകളെ നാവ് പൊന്തിച്ച്, രക്തസാക്ഷി ഫണ്ട് ആരാണ് കട്ടത്? സത്യം പറഞ്ഞവനെ ഒറ്റുകാരനാക്കി ഇപ്പോൾ അന്തങ്ങൾ പറയുന്നു ചെങ്കൊടിക്ക് മുകളിൽ രക്തസാക്ഷികൾ മാത്രമാണെന്ന്. എന്തോന്ന് ചെങ്കൊടി? അതുക്കും മേലെ ഇരിക്കുന്ന പിണറായി വിജയനെ നിങ്ങൾ കാണുന്നില്ലേ? ബംഗാളിൽ ഒരു ചുവപ്പ് കൊടി പോലുമില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കഥാകൃത്ത് T. പത്മനാഭനാണ്. ചെങ്കൊടിയുടെ അന്തകനായി ഇവിടെയുമുണ്ട് ഒരു വലിയ സഖാവ്. മോഷണം ഞങ്ങളുടെ നേതാക്കന്മാരുടെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാണൻ കളയുന്ന അടിമകൾ ഉള്ള കാലത്തോളം
ഇവിടെ കുറച്ചു കാലം കൂടി ചുവപ്പ് അവശേഷിക്കും.